السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين رب العالمين. സഹോദരങ്ങളെ, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ മജ്മുഉൽ ഫതാവയിൽ എടുത്തിട്ടുള്ള ഒരു ഭാഗം അംറാദുൽ ഖുലൂബി വശിഫാഉഹ, ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കി തുടങ്ങിയത്. അതിന്റെ ബാക്കി ഇൻഷാ അല്ലാഹ് നമ്മൾ തുടരുകയാണ്. അപ്പൊ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വിഷയങ്ങളുടെ ഒരു ഹെഡിങ് മാത്രം ഒന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച നാം പറഞ്ഞത് ഹൃദയത്തിന്റെ രോഗങ്ങളും അതിന്റെ ചികിത്സയും എന്നുള്ളതിന് ആയത്തുകൾ പറഞ്ഞു. അതുപോലെ ശരീരത്തിന്റെ രോഗവും ഹൃദയത്തിന്റെ രോഗവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞിരുന്നു. ഖൽബിന്റെ രോഗങ്ങളിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണം ശുബ്ഹത്തും ശഹ്വത്തുമാണ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയുള്ള രോഗങ്ങളാണ് ഗൈള്, രോഷം, വിഷമം, അതുപോലെ ടെൻഷൻ, പേടി, അതുപോലെയുള്ള കാര്യങ്ങൾ, പിന്നെ സംശയം, ജഹ്ല്, അറിവുകേട്, അങ്ങനെ ഓരോന്നും എന്താ പറഞ്ഞു. അതിനുശേഷം അതിന്റെ ശിഫ ആയിട്ടുള്ള എന്താണ് അതിന്റെ ശിഫ എന്ന് പറഞ്ഞു. എന്താണ് അത്? ഖുർആനാണ് അതിനുള്ള ശിഫ എന്ന് നാം പറഞ്ഞു. അങ്ങനെ ഖുർആനിലൂടെ ഖൽബിനെ തസ്കിയത്ത് ചെയ്യണമെന്നും അതുപോലെ സ്വതക്കയുടെ മഹത്വവും അതുപോലെയുള്ള വിഷയങ്ങളൊക്കെ നാം പറഞ്ഞു, തസ്കിയത്തുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ. എന്നിട്ട് നാം പറഞ്ഞ വിഷയമായിരുന്നു അദുലും ദുൽമും, അഥവാ ഖൽബ് ഏറ്റവും നല്ല രീതിയിലാവുന്നത് അദുല് എന്ന് പറയും, നീതിപൂർവം എന്ന് പറയും. അതിന് തെറ്റായി വരുമ്പോ ദുൽമ് എന്ന് പറയും, ഫസാദാക്കുന്നതിനെ ദുൽമ് എന്ന് പറയും. അതിനുശേഷം നാം പറഞ്ഞത് അമലുകൾക്ക്, കർമ്മങ്ങൾക്ക് ഖൽബിലുണ്ടാക്കുന്ന സ്വാധീനം, സൽക്കർമ്മങ്ങൾക്ക് അതിൻ്റെതായ ഗുണങ്ങൾ, ദുഷ്കർമ്മങ്ങൾക്ക് അതിൻ്റെതായ ദോഷങ്ങൾ. അവസാനം നാം പറഞ്ഞു നിർത്തിയത് ദുൽമിന്റെ ഇനങ്ങൾ പറഞ്ഞിട്ട് കൊണ്ടായിരുന്നു. ദുൽമ് 3 ഇനങ്ങളാണ് എന്ന് നാം പറഞ്ഞു. അതിനുശേഷമാണ് നാം പറഞ്ഞത് ഖൽബിന്റെ സലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അഥവാ നമ്മുടെ ഖൽബ് നന്നാവുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം ഖൽബിന്റെ ഹയാത്തും ഖൽബിന്റെ ഇസ്തിനാറത്തുമാണ്, അഥവാ ഖൽബിന്റെ ജീവനും ഖൽബിന്റെ പ്രകാശവുമാണ്. അതാണ് നാം അവസാനമായി പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട ആയത്തുകൾ പറഞ്ഞു. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായിട്ട് നാം വിശുദ്ധ ഖുർആനിലെ ആയത്ത് പറഞ്ഞു, യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്. ജീവനുള്ളതിൽ നിന്ന് മയ്യത്തിനെയും മയ്യത്തിൽ നിന്ന് ജീവനുള്ളതിനെയും പുറത്തു കൊണ്ടുവരുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതിന്റെ ഇനങ്ങളിൽപ്പെട്ട ഒന്നാണ്, ജീവനുള്ളതും മയ്യത്തിന്റെയും ഇനങ്ങളിൽപ്പെട്ട ഒന്നാണ് മുഅ്മിനിൽ നിന്ന് കാഫിറിനെയും കാഫിറിൽ നിന്ന് മുഅ്മിനെയും വേർതിരിക്കും എന്നുള്ളത്. വേർതിരിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന കാര്യമാണ് എന്നുള്ളത്. എന്നിട്ട് അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിനുശേഷം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകൾ കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മസലുൽ ബൈത്തില്ലദീ യുദ്കറുല്ലാഹു ഫീഹി വൽ ബൈത്തില്ലദീ ലാ യുദ്കറുല്ലാഹു ഫീഹി മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. ഒരു ഭവനം, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഓർക്കുന്നുണ്ട്, അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്റുകളുണ്ട്. അതേ മറ്റൊരു ഭവനം, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ദിക്റുകളില്ല. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഹയ്യും മയ്യിത്തും തമ്മിൽ, ജീവനുള്ള ഒരാളും മയ്യിത്തായ ഒരു ശവം തമ്മിലുള്ള വ്യത്യാസം എന്താണോ അതുപോലെയാണ് എന്നുള്ളത്. അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്ർ കൊണ്ടാണ് ഹയാത്ത് ഉണ്ടാകുന്നത് എന്ന്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്അലൂ മിൻ സ്വലാത്തികും ഫീ ബുയൂതികും വലാ തത്തഖിദൂഹാ ഖുബൂറാ. നിങ്ങളുടെ നമസ്കാരത്തിൽ നിന്ന് ചിലത് നിങ്ങളുടെ ഭവനത്തിലാക്കുക, നിങ്ങളുടെ ഭവനത്തെ നിങ്ങൾ ഖബറാക്കി മാറ്റരുത് എന്നുള്ളത്. നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തായ
നഫ്ലുകൾ സുന്നത്തായ നമസ്കാരങ്ങൾ വീട്ടിൽ വെച്ചായിരുന്നു നിർവഹിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് നാം ഓരോരുത്തരും ശീലിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും നമ്മൾ ജോലിക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ മറ്റു പല തിരക്കുകളിലുമാവുമ്പോ സുന്നത്തുകൾ അധികവും മസ്ജിദിൽ വെച്ച് തന്നെ ആയിരിക്കും നാം നമസ്കരിക്കുന്നതാവുക. പക്ഷേ ചിലപ്പോഴെങ്കിലും നമസ്കാരങ്ങൾ വീട്ടിൽ നിന്ന് നമസ്കരിക്കാൻ നാം ശീലിക്കണം. കാരണം അത് ആ വീട്ടിൽ ഒരുപാട് ബറക്കത്തും ഖൈറും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്ന് തരുന്നതാണ് എന്നുള്ളത്. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം ചില ആയത്തുകൾ കൊടുക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട, അതായത് ഖൽബിന്റെ ഹയാത്തും ഖൽബിന്റെ നൂറുമായി ബന്ധപ്പെട്ട ചില ആയത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലദീന കദ്ദബൂ ബിആയാതിനാ സുമ്മുൻ വബുക്മുൻ ഫിദ്ദുലുമാത്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുന്നവർ, അവർ ബദിരരും അതുപോലെ തന്നെ സംസാരിക്കാൻ കഴിവില്ലാത്തവരും ഇരുട്ടിലകപ്പെട്ട അതുപോലെ, അതായത് കേൾവിയും കാഴ്ചയും പിന്നെ സംസാരിക്കാൻ ഒന്നും ശേഷിയില്ലാത്ത പൊട്ടന്മാരെ പോലെയാണ് അള്ളാഹുവിന്റെ ആയാത്തുകളെ കളവാക്കുന്നവർ എന്ന്. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം രണ്ടായത്തുകളെ പറയുകയാണ് വിശുദ്ധ ഖുർആനിലെ ആയത്തുൻ നൂറും ആയത്തുൽ ദുൽമത്തും. ആയത്തുൻ നൂർ പ്രകാശത്തിന്റെ ആയത്ത് എന്ന് പറയുന്നു, അൽ ദുൽമത്ത് ആയത്തുൽ ദുൽമ ഇരുട്ടിന്റെ ആയത്ത് എന്നുള്ളത്. ആയത്തുൻ നൂർ നമുക്ക് ഓരോരുത്തർക്കും കേട്ട് പരിചയിച്ച ആയത്താണ്. സൂറത്തുൻ നൂറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ് മസലു നൂരിഹി കമിശ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് المصباح في زجاجة الزجاجة كأنها كوكب دري يوقد من شجرة مباركة زيتونة لا شرقية ولا غربية يكاد زيتها يضيء ولو لم تمسسه نار نور على نور. ഒരു മുഅ്മിനെ സംബന്ധിച്ച് പറയാം, മുഅ്മിന്റെ ഖൽബിന്റെ നൂറിനെ സംബന്ധിച്ച്, പ്രകാശത്തെ സംബന്ധിച്ച് പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളിലെ പ്രകാശമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അഥവാ കുഫ്റിൽ നിന്നും അതുപോലെ തന്നെ എല്ലാ ഇരുട്ടിൽ നിന്നും വെളിച്ചം നൽകുന്ന, പ്രകാശം തന്ന് നേർമാർഗം കാണിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രകാശത്തെ ഒരു ഉപമയിലൂടെ പറഞ്ഞു തരികയാണ്. മസലു നൂരിഹി കമിശ്കാത്തിൻ ഫീഹാ മിസ്ബാഹ്. ഒരു വിളക്കുമാടം, ആ പ്രകാശത്തിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ ഒരു വിളക്കുമാടം, അതിലൊരു വിളക്കുണ്ട്. അൽ മിസ്ബാഹു ഫീ സുജാജ, ആ വിളക്ക് ഒരു സ്ഫടികത്തിനകത്താണ്. അസ്സുജാജതു കഅന്നഹാ കൗകബുൻ, അതൊരു നക്ഷത്രം പോലെ, ആ സ്ഫടികം എന്ന് പറഞ്ഞാൽ നക്ഷത്രം പോലെയുള്ളതാണ്. ദുദ്ദിയുൻ യൂഖദു മിൻ ഷജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗറബിയ്യ. കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ അല്ലാത്ത ബറക്കത്ത് നിറഞ്ഞ ജെയ്ത്തിന്റെ എണ്ണ കൊണ്ടാണ് ആ വിളക്ക് കത്തുന്നത്. യകാദു സൈതുഹാ യുളിഉ വലൗ ലം തംസസ്ഹു നാർ. ആ ജെയ്ത്തിന്റെ എണ്ണ പ്രകാശം വെളിച്ചം തട്ടിയിട്ടില്ലെങ്കിൽ പോലും തിളങ്ങുന്നതാണ്. വെളിച്ചം തട്ടാതെ തന്നെ അത് തിളങ്ങുന്നതാണ്. എന്നിട്ട് വെളിച്ചം തട്ടുമ്പോ അതിനേക്കാൾ ഇരട്ടി. നൂറുൻ അലാ നൂർ, ഭയങ്കരമായ ഒരു പ്രകാശം അതിൽ നിന്നുണ്ടാകുന്നു. പ്രകാശത്തിന് മേൽ പ്രകാശമായിക്കൊണ്ട്. ഒരു മുഅ്മിനിന്റെ അവസ്ഥ അതാണ്. മുഅ്മിന്റെ ഖൽബിന്റെ അവസ്ഥ അതാണ്. അവന്റെ ഖൽബിന്റെ നൂറെന്ന് പറഞ്ഞാൽ അത്ര പ്രകാശിക്കുന്നതായിരിക്കും. ഖൽബ് സ്വലാഹായ ഹയാത്തുള്ള ജീവനുള്ള ഒരു ഖൽബിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രകാശത്തിലും ഹക്കും ബാത്തിലും വേർതിരിച്ചറിയാൻ. പ്രത്യേകിച്ച് നാം പറയുന്നത് എന്താണ്? ഖൽബുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അതിലേക്ക് വ്യക്തമായ പ്രകാശം വേണം. ഒരു ശുബ്ഹത്ത് മുൻപിൽ വന്നാൽ, ഒരു ശഹവത്ത് മുൻപിൽ വന്നാൽ അതിനെ മറികടക്കാൻ, അതിൽ ഞാൻ എന്ത് നിലപാടെടുക്കണമെന്ന് മനസ്സിലാവാൻ, അതിൽ ഹക്കും ബാത്തിലും ഏതാണെന്ന് മനസ്സിലാവാൻ. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഒരു ദിനേന ഒന്നുകിൽ ശുബ്ഹത്തുകൾ അല്ലെങ്കിൽ ശഹവത്തുകൾ ഇത് വന്നുകൊണ്ടേയിരിക്കും. ഇത് വരുന്ന സമയത്ത് ഖൽബിന് നല്ല നൂറുണ്ടെങ്കിൽ മാത്രമേ അതിൽ എന്ത് നിലപാടെടുക്കണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു മുഅ്മിനിന്റെ അവസ്ഥ ഇതായിരിക്കും, ഖൽബിൽ പ്രകാശത്തിന്മേൽ പ്രകാശമായിട്ട്. എന്നിട്ട് തൊട്ടടുത്ത് ആയത്തു ദുൽമത്ത് കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നൂറിൽ തന്നെ 40-ാമത്തെ വചനത്തിൽ പറയുന്നത്. അതിനു മുമ്പ് 39-ാമത്തെ വചനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. വല്ലദീന കഫറു അഅമാലുഹും കസറാബിൻ بقيعة يحسبه الظمآن ماء حتى إذا جاءه لم يجده شيئا ووجد الله عنده فوفاه حسابه والله سريع الحساب. ഒരാള് അയാള് പിന്നെ
ദാഹിക്കുന്നവൻ അയാളുടെ കർമ്മങ്ങൾ എന്ന് വെച്ച് അയാൾ ചെയ്ത കർമ്മങ്ങളുടെ പ്രതിഫലം പ്രതീക്ഷിച്ചു പോകുന്നത് ദാഹിച്ച് നടക്കുന്ന ഒരാൾ ഒരു മരീചികയിൽ പിന്നെ എന്താണ് മലയാളത്തിൽ ഒയാസിസ് എന്താ മലയാളം എന്താ മരുഭൂമി മരീചിക, അതായത് വെള്ളം പോലെ തോന്നുന്ന ആ കാര്യം അത് കണ്ട് പ്രതീക്ഷിച്ചാൽ വെള്ളമാണെന്ന് തിരിച്ചു പോവുകയാണ്. അത് ചെല്ലുമ്പോ അവിടെ എത്തുമ്പോൾ അതുണ്ടാവില്ല, അത് വെറും തോന്നൽ മാത്രമായിരിക്കും, കാഴ്ചയുടെ ഒരു വ്യത്യസ്തതയിൽ തോന്നുന്ന കാര്യങ്ങളായിരിക്കും. അതുപോലെയായിരിക്കും ബാത്തിലായ വിശ്വാസവും ബാത്തിലായ കർമ്മങ്ങളും ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ. നാളെ അള്ളാഹുവിന്റെ അടുക്കൽ തങ്ങൾ ചെയ്ത കർമ്മങ്ങൾക്ക് പ്രതിഫലം തേടി പോകുമ്പോ അതൊന്നും ഉണ്ടാവില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ മേൽ ശിക്ഷ വിധിക്കുകയും ശക്തമായി വിചാരണ ചെയ്യുകയുമാണ്. എന്നിട്ടാണ് ആയത്തുൽ ദുൽമത്ത്, വിശുദ്ധ ഖുർആനിലെ ആയത്തുൽ ദുൽമത്ത് എന്നറിയപ്പെടുന്ന ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഔ കളുലുമാത്തിൻ ഫീ ബഹ്റിൻ ലുജ്ജിയിൻ യഗ്ശാഉ മൗജുൻ മിൻ ഫൗഖിഹി മൗജ് മിൻ ഫൗഖിഹി സഹാബുൻ ളുലുമാത്തുൻ ബഅ്ളുഹാ ഫൗഖ ബഅ്ൾ ഇദാ അഖ്റജ യദഹു ലം യകദ് യറാഹാ വമൻ ലം യജ്അലില്ലാഹു ലഹു നൂറാ ഫമാ ലഹു മിൻ നൂർ. ആയത്തുൽ ദുൽമത്ത് എന്നറിയപ്പെടുന്ന ആയത്താണ്. കടലിലെ ഇരുട്ടിനെ പോലെ ഈ അടുത്ത കാലത്ത് ഒരുപാട് പരിചയിച്ചിട്ടുള്ള ആയത്താണ് കടലിലെ ഇരുട്ട് എന്ന് പറയുന്നത്. അവിടെ തിരമാലകൾക്ക് മേൽ തിരമാല, അതിനുമേലെ മേഘത്തിന്റെ ഇരുട്ട്, അങ്ങനെ മുഴുവൻ ഇരുട്ടായിട്ട് അതിനിടയിൽ തന്റെ കൈ പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരുട്ടിൽ അകപ്പെടുന്ന ഒരാൾ എന്ന് ചോദിക്കാൻ അല്ലാഹു തആല നൂറ് നൽകാത്ത ആളുകൾക്ക് എന്ത് നൂറാണ് ലഭിക്കുക? ഷെയ്ഖുൽ ഇസ്ലാം പറയുകയാണ്, ഇതിന്റെ ഉപമായ ഒന്നാമത്തേത് മുഅ്മിനിന്റെ അവസ്ഥ. ഇതിന്റെ ഉപമ എന്ന് പറഞ്ഞാൽ അൽ ജഹ്ലുൽ ബസീത്ത്, വ്യക്തമായ ജഹ്ല് ബാധിച്ച ഒരുത്തന്റെ അവസ്ഥയാണ്. അവനൊന്നും ശരിക്കൊന്നും അറിയുന്നുണ്ടാവില്ല, ഒക്കെ ഇത് മനസ്സിലാവാത്ത, ഒന്നും മനസ്സിലാകാത്ത ജഹ്ല് ബസീത്ത്, വ്യക്തമായ ജഹ്ലുള്ള ഒരുത്തന്റെ അവസ്ഥ. അവന് ഈമാനോ ഇൽമോ അമലോ ഒന്നും ഉണ്ടാവില്ല, അവന് ഇരുട്ടിൽ തപ്പിത്തടഞ്ഞുകൊണ്ടേയിരിക്കും. സഹോദരങ്ങളെ, നമുക്ക് ഏതൊരു മുഅ്മിനും ഖൽബിലൊരു നൂറുണ്ടാവും. പിന്നെ അവന്റെ തഖ്വയുടെയും അവന്റെ അമാലുകളുടെയും ശക്തി അനുസരിച്ച് ആ പ്രകാശത്തിന്റെ അളവ് കൂടും, ധാരാളമായി അവന് കൂടും അവന്റെ തഖ്വയുടെയും ഈമാനിന്റെയും അവസ്ഥയിൽ. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ റിയാദുസ് സാലിഹിന്റെ ശറഹിൽ ബാബു തഖ്വ വിശദീകരിക്കുന്നിടത്ത് അതിന്റെ മുഖദ്ദിമയിൽ തഖ്വയുടെ അഫറുകൾ പറയുന്നുണ്ട്, തഖ്വ കൊണ്ടുണ്ടാവുന്ന നേട്ടങ്ങൾ. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, തഖ്വ കൊണ്ട് ഫഹ്മും അതുപോലെ ഓരോ കാര്യങ്ങളും ഉണ്ടായി അവന്റെ ഖൽബിന്റെ നൂറ് ലഭിച്ച് അവന്റെ ബസീറത്ത് വർദ്ധിച്ച് എത്രത്തോളം എത്തുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഉദാഹരണം കൊടുക്കുന്നത് ഉമർ റളിയല്ലാഹുവിന്റെ സംഭവമാണ്. ഉമർ റളിയല്ലാഹു മിൻബറിൽ വെച്ച് യുദ്ധത്തിന് പോയ സഹാബിയാണ് സാരിയ റളിയല്ലാഹു അൻഹു. ആ സാരിയ ജബൽ പർവ്വതത്തിന്റെ പിന്നിൽ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ആളുകൾക്ക് മനസ്സിലായില്ല എന്താ ഈ പറയുന്നത്. ഇറാഖിലോ മറ്റു യുദ്ധത്തിന് പോയ സഹാബികൾ തിരിച്ചു വന്നിട്ട് പറയുകയാണ്, യാ ഖലീഫ, നിങ്ങളന്ന് പറഞ്ഞുകൊണ്ടാണ് ശത്രുവിനിൽ നിന്ന് എനിക്ക് മാറാൻ പറ്റിയത് എന്നുള്ളത്. അതായത് അത്രത്തോളം ബസീറത്തും നൂറും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമക്ക് ഇട്ടുകൊടുക്കുന്ന അവസ്ഥ. ഞാൻ പറയുന്നത് ഉമർ റളിയല്ലാഹുവിന്റെ തഖ്വയുടെയും അമലിന്റെയും ഈമാനിന്റെയും ഫലമായിരുന്നു അത്. ഏതൊരു മുഅ്മിനും അല്പം നൂറ് കൊണ്ട് തന്നെ നമുക്ക് ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. എന്നാൽ നമ്മുടെ ഈമാനിന്റെ ശക്തി വർദ്ധിക്കുമ്പോൾ, തഖ്വ വർദ്ധിക്കുമ്പോൾ ആ നൂറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, അവന് ബസീറത്തുണ്ടായിക്കൊണ്ടേയിരിക്കും എന്ന് ഷെയ്ഖുൽ ഇസ്ലാം പറയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താൻ തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്ന ആളുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾ, അവരിലേക്ക് ഷെയ്ത്താനിന്റെ കൂട്ടർ എന്തെങ്കിലും ഒരു പ്രശ്നം കൊണ്ട് വന്നാൽ, എന്തെങ്കിലും ഒരു കുഴപ്പത്തിലാക്കാൻ വന്നു കഴിഞ്ഞാൽ തദക്കറു, അവർക്ക് മനസ്സിലാകും, അവർ ചിന്തിക്കാൻ തുടങ്ങും. എന്ത്? ഫഇദാഹും ബുസ്റൂൻ, ഇത് ഷെയ്ത്താനാണ്, ഷെയ്ത്താന്റെ കെണിയാണ്, ഇതിൽ ഞാൻ പെട്ടാൽ ഇതിന്റെ അവസാനം എന്താകും? അവർ ബസീറത്തുള്ളവരാകും. സഹോദരങ്ങളെ, വലിയ വിഷയമാണ് ബസീറത്ത് എന്നുള്ളത്. കുറച്ച് ഈമാനും ഇൽമുള്ളവർക്ക് തനിക്ക് വരുന്ന ഒരു പരീക്ഷണത്തിൽ ഇത് പിശാചിൽ നിന്നാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നാം വിചാരിക്കും, ബാക്കിയുള്ള ആളുകൾ, നമ്മളോരോ വാർത്തകൾ കേൾക്കും, ഓരോ കാര്യങ്ങൾ കേൾക്കും, അപ്പൊ വിചാരിക്കും ഇവരൊന്നും ചിന്തിക്കുന്നില്ലേ, ഇവർക്ക് മനസ്സിലാകുന്നില്ലേ, അവർക്ക് ബസീറത്ത് ഉണ്ടാവൂല, അവരെ ഖൽബ് അന്ധമാണ്, ഇരുട്ടിലാണ് അവർ. അവർക്കൊരു കാര്യം നടക്കുമ്പോ അതിന്റെ ഹക്കും ബാത്തിലും അതിന്റെ അനന്തരഫലം ഒന്നും മനസ്സിലാക്കാൻ സാധിക്കൂല. അതേസമയം മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ബസീറത്ത് ഖൽബിൽ ഇട്ടുകൊടുക്കും. ഒരു കാര്യം വരുമ്പോ ഇതൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധിപ്പിക്കണം.
നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരീക്ഷണം വരുമ്പോ അല്ലെങ്കിൽ ശൈത്താൻ എന്തെങ്കിലും തെറ്റിലേക്ക് പ്രേരിപ്പിക്കുമ്പോ ഒരു മുഅ്മിന് ബസീറത്തുണ്ടെങ്കിൽ അവന് മനസ്സിലാക്കാൻ സാധിക്കും, ഈ കെണിയിൽ ഞാൻ ഇന്ന് പെട്ടുപോയാൽ ഇതിന്റെ അനന്തരഫലമായിട്ട് ശൈത്താൻ എന്നെ എത്തിക്കുക ഇന്നാലിന്ന കാര്യങ്ങളിലായിരിക്കും എന്നുള്ള അപകടം മനസ്സിലാക്കാൻ സാധിക്കും. ശൈത്താൻ വളരെ പതുക്കെയാണ് ഓരോ കെണിയിലേക്ക് പെടുത്തിക്കുക, വളരെ പതുക്കെ. ശൈത്താനിന്റെ ഏറ്റവും വലിയ തന്ത്രത്തിൽപ്പെട്ട ഒന്നാണ് നമുക്ക് ഒരു തിന്മയല്ല എന്ന് തോന്നിപ്പിക്കുക എന്നുള്ളത്. നമ്മളെ ശീലിപ്പിച്ച് ആ തിന്മയുടെ നമുക്ക് ആദ്യം ഒരു തിന്മയോട് വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അതിനോടുള്ള വെറുപ്പ് നമുക്ക് ഇല്ലാതാക്കും. അവസാനം നമുക്കതൊരു സാധാരണ കാര്യം പോലെ ശൈത്താനാക്കി തരും, നമ്മുടെ ബസീറത്ത് അന്ധമാക്കുന്ന അവസ്ഥ. അതുകൊണ്ട് സഹോദരങ്ങളെ, തഖ്വയാണ് ബസീറത്തിന്റെ ഏറ്റവും വലിയ കാര്യം. എന്നിട്ട് അടുത്തതായിട്ട് ശൈഖ് കൊടുക്കുന്ന ആയത്താണ് വലഖദ് ഹമ്മത് ബിഹി വഹമ്മ ബിഹാ ലൗലാ അർആ ബുർഹാന റബ്ബിഹി. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ സംഭവം. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വശീകരിക്കാൻ വേണ്ടി, ഒരു ഭക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്ത്രീ ക്ഷണിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് വലഖദ് ഹമ്മത് ബിഹി. ആ സ്ത്രീ യൂസുഫ് നബി അലൈഹിസ്സലാമിന് മേലെ ആഗ്രഹം വെച്ചു. വഹമ്മ ബിഹ, യൂസുഫ് നബി അലൈഹിസ്സലാമിന് അവരുടെ മേലെയും ആഗ്രഹം തോന്നുമായിരുന്നു. അല്ലെങ്കിൽ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞത് മാനുഷികമായ രീതിയിൽ തോന്നിയിരുന്നു എന്നുള്ളത്. ലൗലാ അൻ റആ ബുർഹാന റബ്ബി. പക്ഷെ എന്തുണ്ടായിരുന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായ തെളിവുകൾ യൂസുഫ് നബി അലൈഹിസ്സലാം കണ്ടിരുന്നു. അതായത് ഈമാനിന്റെ ആ ഒരു കെണിയിൽ പെട്ടുപോയാൽ ഉണ്ടാകുന്ന അപകടം എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുന്നു. അങ്ങനെ ആ തിന്മയിൽ നിന്ന് പിന്തിരിഞ്ഞു. ഒരു തെറ്റിൽ നിന്ന് ഒരു മുഅ്മിനിന് ഒരു തെറ്റിനുള്ള എല്ലാ സാഹചര്യവും ഒരുങ്ങിയിട്ട് ആ തെറ്റിൽ നിന്ന് പിൻവാങ്ങിയാൽ അവന്റെ മേലെ പൂർണ്ണമായിട്ട് നന്മ രേഖപ്പെടുത്തു. അവനെ നന്മ ചെയ്തതായിട്ട് രേഖപ്പെട്ടു, അവൻ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി. കാരണം എന്താണ്? അവൻ ചെയ്ത നന്മ എന്താണ്? തിന്മയിൽ നിന്ന് അവൻ പിൻവാങ്ങി എന്നുള്ളത്. നന്മ ചെയ്താൽ അതും രേഖപ്പെടുത്തും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് നൽകിയിട്ടുള്ള വലിയ ഔദാര്യം. ഇനി അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയത്തുകൾ ശൈഖുൽ ഇസ്ലാം കൊടുക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ലിതുഖ്രിജൻ നാസ മിനൽ ദുലുമാതി ഇലൻ നൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുലുമാത്തുകളിൽ നിന്ന്, ഇരുട്ടിൽ നിന്ന് ജനങ്ങളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരുന്നു. അല്ലാഹു വലിയുൽ ലദീന ആമനു യുഖ്രിജുഹും മിനൽ ദുലുമാതി ഇലൻ നൂർ വല്ലദീന കഫറു ഔലിയാഉഹുമുത് താഗൂത്ത് യുഖ്രിജൂനഹും മിനൻ നൂരി ഇലൽ ദുലുമാത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുട്ടുകളിൽ നിന്ന് പ്രകാശത്തിലേക്ക് മുഅ്മിനീങ്ങളെ കൊണ്ടുവരുന്നു. എന്നാൽ ത്വാഗൂത്തുകൾ, കുഫറിന്റെ ആളുകൾ, അവരെന്താണ് ചെയ്യുന്നത്? പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്ക്. സഹോദരങ്ങളെ, ഇവിടെ ഇരുട്ട് പ്രകാശം എന്ന് പറയുമ്പോ ഇത് നാം ബന്ധിപ്പിക്കേണ്ടത് എങ്ങോട്ടാണ്? കൽബിലേക്കാണ്. അല്ലെങ്കിൽ കുഫാറുകളൊക്കെ ഇരുട്ടിൽ കിടന്നത് ആ അർത്ഥത്തിലാണോ? അല്ല, അവരുടെ കൽബാണ് ഇരുട്ടിലാകുന്നത്. അവരുടെ കൽബിനാണ് അന്ധത ബാധിക്കുന്നത്. അവരുടെ മുഅ്മിനീങ്ങളുടെ കൽബിനാണ് നൂർ ലഭിക്കുന്നത്, കൽബിനാണ് ബസീറത്ത് ലഭിക്കുന്നത്. കൽബ് അത്രത്തോളം പ്രാധാന്യമുണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. നാം തുടക്കത്തിൽ പറഞ്ഞല്ലോ മലിക്കുൽ അല്ലാഹ്, നമ്മുടെ അവയവങ്ങളുടെ രാജാവാണ് കൽബ് എന്ന് പറയുന്നത്. ആ കൽബിന്റെ കൽപ്പന അനുസരിച്ചിട്ടാണ് അവയവങ്ങൾ പ്രവർത്തിക്കുന്നത്. ഏത് സമയവും നമ്മുടെ കൽബിന്റെ അവസ്ഥ നാം പരിശോധിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദിക്ർ എത്രത്തോളം നമ്മുടെ കൽബിലുണ്ട് എന്നുള്ളത്, എത്രത്തോളം കൽബിനുണ്ട് എന്നുള്ളത്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ മത്സ്യത്തിന് വെള്ളം എത്രത്തോളം ആവശ്യമാണോ അതുപോലെ ആവശ്യമാണ് കൽബിന് അല്ലാഹുവിനെ കുറിച്ചുള്ള ദിക്ർ. അള്ളാഹുവിനെ കുറിച്ച് വെള്ളത്തിന് പുറത്തിട്ട മത്സ്യത്തിന്റെ അവസ്ഥ എന്താ? അതുപോലെയായിരിക്കും അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് അകന്ന കൽബ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ആ കൽബിന്റെ ആസ്വാദനം ഒരാൾ ആസ്വദിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ലഭിക്കാൻ അവൻ എന്ത് കൊടുത്തിട്ടും അതിന് ത്യാഗം ചെയ്യും. അള്ളാഹുവിന്റെ ദിക്റിന്റെ ആസ്വാദനം ഒരു തവണ ആസ്വദിച്ചാൽ അത് ലഭിക്കാൻ അവൻ എന്ത് ത്യാഗവും ചെയ്യും. അതാണ് ആസ്വാദനത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. അത് ശാരീരികമായ എന്ത് വലിയ ആസ്വാദനത്തെക്കാൾ വലുതായിരിക്കും. ഇബ്നു ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ ഒരുത്തന്റെ മാനസികമായ ആസ്വാദനത്തിൽ ഏറ്റവും വലുത് അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്താണ്. ഒരുത്തന്റെ ശാരീരികമായ ആസ്വാദനം ഏറ്റവും വലുതോ സ്ത്രീ പുരുഷ ബന്ധമാണ്. ശാരീരികമായ മാനസികമായിട്ടുള്ളത് അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള ഏറ്റവും ഫഹ്മാണ്. അതാണ് ഏറ്റവും ഉന്നതമായത്, അതാണ് ഏറ്റവും ആസ്വാദകരമായിട്ടുള്ളതും. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വആമിനൂ ബിറസൂലിഹി യുഅ്തികും കിഫ്ലൈൻ മിൻ റഹ്മതിഹി വയജ്അൽ ലക്കും നൂറാ തംശൂന ബിഹി. മുഅ്മിനീങ്ങളോട് പറയുകയാണ്, ആ നൂറ് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കർമ്മം പറയുകയാണ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അല്ലാഹു എന്താ തഖ്വ എന്ന് പറഞ്ഞാൽ
അൽ അമലു ബിതാഅത്തില്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് റജാഅ സവാബില്ലാഹ് വതർകി മആസിയല്ലാഹ് അലാ നൂരിൻ മിനല്ലാഹ് ഖീഫത അദാബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുസരിക്കുക, അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചിട്ട്. അല്ലാഹു തആല ഹറാമാക്കിയ നിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കുക, അല്ലാഹുവിന്റെ പ്രകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെട്ടിട്ട്. ഇതാണ് തഖ്വ എന്ന് പറഞ്ഞു. തൽഖ് ഇബ്നു ഹബീബ് റഹിമഹുല്ലാഹ് കൊടുത്ത തഅരീഫാണ് ഏറ്റവും മനോഹരമായ തഅരീഫ്. അപ്പോൾ തഖ്വ ഉണ്ടാവുക. അതുപോലെ വാമിനു ബി റസൂലി, നിങ്ങൾക്ക് നിയോഗിക്കപ്പെട്ട നിങ്ങളുടെ റസൂലിൽ നിങ്ങൾ വിശ്വസിക്കുക, അഥവാ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന കാര്യങ്ങൾ അത് പൂർണ്ണമായി വിശ്വസിക്കുക. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ ഇത്തിബാഅ ചെയ്യുക. അങ്ങനെ ചെയ്താൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് രണ്ടോഹരി നിങ്ങൾക്ക് അല്ലാഹു തആല നൽകും. വയജ്അൽ ലക്കും നൂറൻ തംശൂന ബിഹി, നിങ്ങൾക്ക് പോകാൻ, നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്ന രീതിയിൽ ഒരു പ്രകാശത്തെയും നിങ്ങൾക്കാക്കി തരുന്നതാണ്. ഒരു പ്രകാശത്തെയും നിങ്ങൾക്കാക്കി തരുന്നതാണ്. സുബ്ഹാനല്ലാഹ്, ഖൽബിന്റെ പ്രകാശം വളരെ വലുതാണ്. അവന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സത്യത്തിലേക്ക് വെളിച്ചം കാണിക്കുന്ന, നമ്മളൊന്ന് ആലോചിച്ചു നോക്കി, നാം ഇരുട്ടിലൂടെ നടന്നു പോകുന്ന ആ ഒരു അവസ്ഥയിൽ നമ്മൾ തപ്പിത്തടയുന്ന ഒരവസ്ഥ. ദുനിയാവിൽ ഇരുട്ടുള്ള ഒരു വഴിയിലൂടെ രാത്രി നമ്മൾ ഒറ്റക്ക് അകപ്പെട്ടു പോയിട്ട് നടക്കുന്ന അവസ്ഥ. ആ സമയത്ത് ഒരാൾ നമുക്കൊരു പ്രകാശിക്കുന്ന ടോർച്ച് കൊണ്ടുവന്നു തന്ന് മുന്നിലുള്ള വഴി കാണുമ്പോ നമുക്കുണ്ടാകുന്ന മാനസികമായ സന്തോഷവും അതിന്റെ ഒരു ധൈര്യം ആലോചിച്ചു നോക്ക്. അതാണ് അല്ലാഹു തആല ഈ ദുനിയാവിലെ ജീവിതത്തിൽ നാം കാണാത്ത ലോകത്ത് കുഫ്റിന്റെയും ശുബ്ഹത്തിന്റെയും ശഹവത്തിന്റെയും പിശാചിന്റെയും കെണികൾക്കിടയിലൂടെ ആ പ്രകാശം, ആ നൂറ് നമുക്ക് ലഭിക്കുമ്പോ ഹക്കും ബാത്തിലും വേർതിരിച്ച് അസ്വീർ ഇലല്ലാഹ്, അള്ളാഹുവിലേക്കുള്ള ആ യാത്രയിൽ, ആ മാർഗത്തിൽ കൃത്യമായി അള്ളാഹുവിലേക്ക് അടുക്കാൻ പറ്റുന്ന അവസ്ഥ വളരെ 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 വലിയ അനുഗ്രഹമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതുകൊണ്ട് തന്നെ നാം പറഞ്ഞു, നമ്മൾ എത്തിയത് ഖൽബിന്റെ ഹയാത്തുൻ നൂറുമായി ബന്ധപ്പെട്ടിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് രണ്ട് ഉദാഹരണം പറഞ്ഞു ഇതുപോലെ ഹയാത്തുൻ നൂറുമായി ബന്ധപ്പെട്ട്. മുനാഫിഖുകൾക്ക് രണ്ട് ഉദാഹരണം പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ ഹയാത്തുൻ നൂറുമായി ബന്ധപ്പെട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് ഉദാഹരണമായി പറഞ്ഞത്, അൻസല മിനസ് സമാഇ മാഅൻ ഫസാലത് ഔദിയത്തുൻ ബിഖദരിഹാ ഫഹ്തമല السيل زبدا رابيا ومما يوقدون عليه في النار ابتغاء حلية أو متاع زبد مثله. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല രൂപം പറയാം. ഭൂമിയിൽ ജീവൻ നൽകുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നാം ഓരോരുത്തരും പറയുന്ന എന്താ? മഴയാണ്. അഥവാ വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ മഴ വർഷിച്ചിട്ട് അതിൽ നിന്ന് ചെടികൾ മുളച്ച് ജീവസുറ്റതാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹയാത്ത് നൽകുന്ന വെള്ളത്തെ പറ്റി ഉപമിച്ച് പറയുന്നുണ്ട്. അതുപോലെ പ്രകാശം നൽകുന്ന കാര്യം എന്താണ്? തീയാണ്. ആ തീനെയും മുഅ്മിൻ ഉപമയായിട്ട് പറയുന്നുണ്ട്. അല്ലാഹു തആല പറയുകയാണ്, അൻസല മിനസ് സമാഇ മാഅൻ ഫസാലത് ഔദിയതൻ ബിഖദരിഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തിൽ നിന്ന് മഴ വർഷിപ്പിക്കുന്നു. അങ്ങനെ ഭൂമിയിലെ താഴ്വരകൾ അതിന്റെ അളവിനനുസരിച്ച് ആ വെള്ളം ഒഴുകുന്നു. ഫഹ്തമല السيل زبدا رابيا. ആ വെള്ളം ഒഴുകുന്ന സമയത്ത് ആ വെള്ളത്തിന്റെ മേലിലായിട്ട് ഒരുപാട് നുരയും പതയും ചപ്പും ചവറുകളും ഒക്കെ ആ വെള്ളം ഏറ്റിക്കൊണ്ടുപോകുന്നുണ്ട്. ഒരുപാട് നുരയും പതയും നിറഞ്ഞ കാര്യങ്ങൾ. അത് ഒന്നാമത്തെ ഒരു ഉദാഹരണം പറഞ്ഞു. എന്നിട്ട് പറയാണ്, തീ സ്വർണത്തെ ഉരുക്കുന്ന അവസരത്തിൽ അതിലെ വേസ്റ്റുകളെല്ലാം അത് തിളപ്പിക്കുന്ന സമയത്ത് നുരയും പതിയായിട്ട് പൊന്തിപ്പോകുന്നുണ്ട്. ഈ രണ്ട് നുരയും പതയും ഉപമിച്ചു, വെള്ളത്തിനെയും തീനെയും ഉപമിച്ചു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യദ്രിബുല്ലാഹുൽ ഹഖ്ഖ വൽ ബാത്തിൽ ഫഅമ്മ الزبد فيذهب جفاء وأما ما ينفع الناس فيمكث في الأرض كذلك يضرب الله الأمثال. അല്ലാഹു തആല പറയാണ്, ഈ നുരയും പതയും വെള്ളത്തിന് മേലുണ്ടാകുന്നതും ഈ തീ സ്വർണത്തെ ശുദ്ധീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന നുരയും പതയും. എന്നിട്ട് ഉദാഹരണം പറയാണ് അല്ലാഹു തആല ഇങ്ങനെയാണ് ഹക്കിനെയും ബാത്തിനെയും ഉപയോഗിക്കുന്നത്. ഈ നുരയും പതയും എന്തുണ്ടാകും? വെള്ളം ഒഴുകുന്ന സമയത്ത് അതെവിടെയെങ്കിലും അലഞ്ഞു പോകും. ഭൂമിക്ക് ആവശ്യമായ രീതിയിൽ ആ വെള്ളം കെട്ടിക്കിടക്കുകയോ അത് ഭൂമി ഏറ്റെടുക്കുകയോ ചെയ്യും.
അതുപോലെ സ്വർണത്തിന്റെയും ആവശ്യമായ വേസ്റ്റുകളെല്ലാം അന്നുരയും പതിയുമായിട്ട് പോകും. ഏറ്റവും നല്ലത് അവിടെ ബാക്കിയാവും. അഥവാ ഒരു മുഅ്മിനിനെ അവന്റെ ചുറ്റുമുള്ള കുഫ്റിൽ നിന്നും ബിദ്അത്തിൽ നിന്നും ഷിർക്കിൽ നിന്നും അതുപോലെയുള്ള ശുബ്ഹത്തിൽ നിന്നും ശഹവത്തിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ ഒഴിവാക്കുമെന്നുള്ളത് ഇവിടെ ഉപമ വെള്ളത്തിനോടും തീയിനോടും പറഞ്ഞു. ഇന്ന് ശൈഖുൽ ഇസ്ലാം പറയാണ് ഒരു മുനാഫിഖിനെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തിന്റെയും തീയിന്റെയും പറഞ്ഞിട്ടുണ്ട്. مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون. അല്ലാഹു തആല ഒരു മുനാഫിക്കുകളെ പറ്റി ആദ്യം വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു ഉപമയാണ്. ഒരു തീ കത്തിച്ചു, അതിന്റെ പ്രകാശത്തിൽ അവർ കുറെ വെളിച്ചം കണ്ടു, കുറെ കാഴ്ച, പക്ഷേ ആ തീ കെട്ടുപോയപ്പോൾ അവർ ഇരുട്ടിലായി. അതുപോലെ തന്നെ തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആകാശത്തിൽ നിന്ന് ശക്തമായ മഴ, ഇടിവെട്ടുന്നു, കൂരാകൂരിട്ട്, അതിൽ ആ ഇടിവെട്ടുന്ന സമയത്ത് വെളിച്ചം കണ്ടപ്പോൾ അവർ കുറച്ച് വഴിയുടെ മുന്നോട്ട് പോയി, വീണ്ടും ഇരുട്ടായി പോകുന്ന അവസ്ഥ. ഇവിടെയും അല്ലാഹു തആല തീ ഉണ്ടായിട്ട് അത് അകന്നു പോകുന്ന അവസ്ഥ പറഞ്ഞു മുനാഫിക്കുകളെ പറ്റിയിട്ട്. മഴയത്ത് ഇരുട്ടിലകപ്പെടുന്ന അവസ്ഥ പറഞ്ഞു മുനാഫിക്കുകളെ പറ്റിയിട്ട്. അതായത് ഈ രണ്ട് ഉപമകളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നല്ല ഖൽബിനും അസുഖം ബാധിച്ച ഖൽബിനും ഉദാഹരണങ്ങളായിട്ട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം ഇവിടെ തന്നെ പറയുന്നുണ്ട്, ഇത് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല, ഇത് വിശദീകരിക്കാനുള്ള ഒരു സ്ഥലമല്ല ഇത്. ഇൻഷാ അല്ലാഹ് പിന്നീട് വേറെ ഭാഗത്ത് ഞാൻ ഇതിനെപ്പറ്റി, ഈ ആയത്തുകളെ പറ്റി കൂടുതൽ വിശദീകരിക്കും. നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഖൽബിന്റെ ഹയാത്തുൻ നൂറുമായി ബന്ധപ്പെട്ടതാണ് എന്ന് പറയാം. ഈ ഭാഗം ഒരുപാട് വിശദീകരിക്കാനുണ്ട്. ഇദ്ദേഹം ഇവിടെ ശൈഖുൽ ഇസ്ലാം ഇവിടെ വിശദീകരിക്കുന്നില്ല എന്ന് മാത്രം. എന്നിട്ട് തിരിച്ച് വിഷയത്തിലേക്ക് വരികയാണ്. നാം പറഞ്ഞു ഖൽബിന്റെ പ്രകാശവും ജീവനും എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പഠിപ്പിച്ചു തന്ന മനോഹരമായ ഒരു ദുആ അടുത്തതായി കൊടുക്കുകയാണ്. ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വ നൂറ സുദൂരിനാ. നമ്മൾ കേട്ട് പരിചയിച്ച ഒരു ദുആ ആയിരിക്കും. അതിന് മുഴുവനായിട്ടുള്ള രൂപം നമുക്കറിയാം. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക് ഇബ്നു അമതിക് നാസിയതി ബിയദിക് മാളിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖളാഉക വഅസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽത ഫീ കിതാബിക ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക ഔ ഇസ്തഅ്സർത ബിഹി في علم الغيب عندك اللهم اجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي എന്നുള്ളത്. സഹോദരങ്ങളെ, ദുആ അറിയാത്തവർ ഹിഫ്ളാക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ദുആ ആരെങ്കിലും കേട്ടാൽ അവനത് ഹിഫ്ളാക്കിക്കൊള്ളട്ടെ. എന്തെങ്കിലും മാനസിക സമ്മർദ്ദമോ ടെൻഷനോ ഉള്ള ഒരാൾ ഈ ദുആ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ ഹമ്മ്, ആ ടെൻഷൻ ഒഴിവാക്കുന്നതാണ്. ഇത് വിശദീകരിക്കേണ്ട ദുആ ആണ്, നാം ഇപ്പോ പറയുന്നില്ല. അതിന്റെ ഈ ഭാഗമാണ് ശൈഖുൽ ഇസ്ലാം കൊടുത്തിട്ടുള്ളത്. ഇജ്അലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ. ഖുർആനിനെ ഞങ്ങളുടെ ഖൽബിന്റെ റബീഅാക്കി മാറ്റണം, ഞങ്ങളുടെ നെഞ്ചിന്റെ പ്രകാശമാക്കി മാറ്റണം എന്നുള്ളത്. നാം പറഞ്ഞിരുന്നു ഖുർആനിന് നമ്മുടെ ഖൽബിനുള്ള സ്വാധീനം എത്രത്തോളമാണെന്ന് നാം പറഞ്ഞിരുന്നു. ഇവിടെ റബീഅ് എന്ന് പറഞ്ഞത് എന്താണ്? റബീഅ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശൈഖുൽ ഇസ്ലാം പറയുന്നു, ആദ്യമായി മഴ പെയ്യുന്ന, അഥവാ ഓരോ സീസണിൽ പെട്ടതാണ് റബീഅ് എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ അതിന് വസന്തം എന്ന് പറയും. അതായത് ആദ്യമായി ആ മഴ വർഷിക്കുന്ന സമയം, അതിലൂടെ ആ ചെടികൾ മുളച്ചു പൊന്തുന്ന ആ സമയം. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിമ്മാ യുൻബിതു റബീഅ്, റബീഅയിലാണ് ചെടികൾ മുളക്കുന്നത് എന്നുള്ളത്. ഇവിടെ ശൈഖുൽ ഇസ്ലാം പറയുകയാണ്, അറബികൾ റബീഅ് എന്ന് പൊതുവെ പറയുന്നത് ആദ്യമായി മഴ പെയ്യുന്ന സന്ദർഭത്തിനാണ്, ആ കാലത്തിനാണ്. എന്നാൽ അറബികളല്ലാത്തവർ റബീഅ് എന്ന് പറയുന്നത് റബീഅിന് ശേഷം വരുന്ന ശൈത്യകാലത്തെയാണ് പറയുന്നത്. അഥവാ ചെടികളും പിന്നെ പൂക്കളും എല്ലാം മുളക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം, ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഖൽബിൽ, ഭൂമിയിൽ വറ്റിവരണ്ട് കിടക്കുന്ന ഭൂമിയിലേക്ക്, വറ്റിവരണ്ട് കല്ലുപോലെ, പാറക്കല്ല് പോലെ കിടക്കുന്ന ഭൂമിയിലേക്ക് മഴ വർഷിച്ചു കഴിഞ്ഞാൽ ആ മഴ കൊണ്ട് ആ ഭൂമി കുതിർന്ന് അതിൽ നിന്ന് ചെടികൾ മുളച്ച് പച്ചപ്പ് നിറഞ്ഞതായി നമുക്ക് കൺകുളിർമയാകുന്നത് പോലെ, എത്ര കഠിനമായ ഖൽബാണെങ്കിലും, പാപങ്ങൾ കൊണ്ട് എത്ര കാഠിന്യമേറിയ ഖൽബാണെങ്കിലും, ഖുർആൻ പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിനെയും മഴയെയും ഉപമിക്കുന്നത് കാണാം. എന്തുകൊണ്ടാണ്? മഴ ഭൂമിയിലുള്ളവർക്ക് എന്ത് നൽകുന്നു? ജീവൻ നൽകുന്നു. അത് ഭൂമിയിലുള്ള ഭൂമിക്ക് ജീവൻ നൽകുന്നു.
ഖുർആൻ എന്ത് നൽകുന്നു? മനുഷ്യന്റെ കൽബിന് ജീവൻ നൽകുന്നു. എത്ര കാഠിന്യമുള്ള കൽബാണെങ്കിലും ആ വിശുദ്ധ ഖുർആൻ, അതിന്റെ പാരായണം, അതിന്റെ തദബ്ബുർ, അതിന്റെ ഇബ്റത്ത് അവന്റെ കൽബിനെ എന്താക്കും? റബീഇൽ മഴ പെയ്തുകൊണ്ട് ചെടികൾ മുളച്ച് പൂക്കൾ മുളക്കുന്നത് പോലെ ഏറ്റവും ജീവസുറ്റതാക്കി മാറ്റാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖാദിറാന്. ഖുർആൻ അത്രത്തോളം കഴിവുമുണ്ട്. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം വൽ ഖൽബുൽ ഹയ്യുൽ മുനവ്വർ, പ്രകാശിക്കുന്ന ജീവനുള്ള ഒരു കൽബിന്റെ അവസ്ഥയെ പറ്റി പറയാം. പ്രകാശിക്കുന്ന, നമ്മൾ പറഞ്ഞു കൽബിന്റെ സ്വലാഹ് എന്ന് പറഞ്ഞാൽ അതിന് ജീവനും പ്രകാശവുമാണ്. അങ്ങനെയുള്ള ഒരു കൽബിനുണ്ടാകുന്ന അവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരു കൽബിന് മാത്രമേ കേൾവിയും കാഴ്ചയും ചിന്തയും എല്ലാം ഉണ്ടാവുകയുള്ളൂ. അഥവാ അങ്ങനെയുള്ള ഒരു കൽബുള്ള ഒരാൾക്ക്, സഹോദരങ്ങളെ, നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ തൗഫീഖാണ്. കാരണം കുഫറിലും അതുപോലെ തന്നെ ബിദ്അത്തുകളിലും അതുപോലെ തന്നെ തെമ്മാടിത്തരങ്ങളിലും അകപ്പെട്ട ആളുകൾക്ക് ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കാനും ഇതൊന്നും കേട്ടാലും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥ. അവരെ കൽബിന് ജീവനുമില്ല, പ്രകാശവുമില്ല. അതുകൊണ്ടാണ്. എന്നാൽ ആ ജീവനും പ്രകാശവും എത്രത്തോളം ശക്തിപ്പെടുന്നുവോ അതിന്റെ ഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതില്ലാത്ത ഒരാളുടെ അവസ്ഥ പറയാണ്, വമസലുൽ ലദീന കഫറൂ കമസലിൽ ലദീ യൻഇഖു ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാഅ സുമ്മും ബുക്മും ഉമ്യുൻ ഫഹും ലാ യഖിലൂൻ. ഒരു ആളുടെ ഉപമ പറയാൻ, അയാളുടെ ഉപമ എന്ന് പറഞ്ഞാൽ കന്നുകാലികളെ, വെറുതെ വിളിയും തെളിയും മാത്രം കേൾക്കുന്ന കന്നുകാലികളോട് ഒച്ചയിട്ട് സംസാരിക്കുന്ന ഒരാൾ പോലെയാണ്. അയാള് കണ്ണും കാണാത്ത കാതും കേൾക്കാത്ത സുമ്മും ബുക്മുനും ഒരു പൊട്ടനെ പോലെയാണ് അയാൾ വെറുതെ ഒന്നും ചിന്തിക്കാതെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജന്തുജീവജാലങ്ങളോട് എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, വമിൻഹും മൻ യസ്തമിഊന ഇലൈക അഫഅൻത തുസ്മിഉ സുമ്മ. നബിയെ, ആ കുഫാറുകളിൽ, ആ മുശ്രിക്കീങ്ങളിൽ നിന്നെ കേൾക്കുന്നവരുണ്ട്, നീ പറയുന്ന ഖുർആൻ കേൾക്കുന്നവരുണ്ട്, അവർ ചെവി കൊണ്ട് കേൾക്കുന്നവരുണ്ട്. എന്നിട്ട് അല്ലാഹു തആല ചോദിക്കുകയാണ്, അഫഅൻത തുസ്മിഉ സുമ്മ, ബദിരന്മാരെ അവർക്ക് കേൾപ്പിക്കാൻ പറ്റുമോ? ഇവിടെ എന്താണ്? ഒന്നാമത്തേത് കേൾക്കുന്നവരുണ്ട് പറഞ്ഞു. രണ്ടാമത് അവരെ പറ്റി അള്ളാഹ് പറഞ്ഞത് എന്താണ്? ബദിരന്മാരെ നിനക്ക് കേൾപ്പിക്കാൻ പറ്റുമോ? ഒന്നാമത്തേത് ശരീരത്തിലെ കാതിനെ സംബന്ധിച്ച്, രണ്ടാമത്തേത് അവരുടെ കൽബിന്റെ കാതിനെ സംബന്ധിച്ച്. അതുപോലെ പറഞ്ഞു, വലൗ കാനൂ ലാ യഖിലൂൻ, അവർ ചിന്തിക്കൂല. വമിൻഹും മൻ യൻദുറു ഇലൈക, നബിയെ നിന്നിലേക്ക് നോക്കുന്ന ആളുകളുണ്ട് അവരിൽ. അഫഅൻത തഹ്ദിൽ ഉമ്യ വലൗ കാനൂ ലാ യുബ്സിറൂൻ, അന്ധന്മാരെ നിനക്ക് വഴി കാണിക്കാൻ പറ്റുമോ? അവർ നോക്കുന്നില്ല എങ്കിൽ, അവർ കാണുന്നില്ല എങ്കിൽ? അത് കൽബിന്റെ കണ്ണാണ്. സഹോദരങ്ങളെ, നാം എപ്പോഴും നമ്മുടെ ശരീരത്തിന്റെ കാത്, കേൾവി, കാഴ്ച ഇതെല്ലാം ആലോചിക്കുമ്പോൾ ഇതെല്ലാം കേൾക്കാനും കാണാനും മനസ്സിലാക്കാനും നമ്മുടെ കൽബിന് സാധിക്കുന്നുണ്ട് എന്നുള്ള മനസ്സിലാക്കാം. ഈ കേൾവി, കാഴ്ച എന്നെല്ലാം പറഞ്ഞാൽ നമ്മുടെ കൽബിലേക്കുള്ള ഒരു വസീലയാണ്. ഈ കാര്യങ്ങളൊക്കെ നാം കേൾക്കുന്നതും നാം കാണുന്നതും അതുപോലെ തന്നെ നാം സംസാരിക്കുന്നതുമെല്ലാം കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ കൽബിൽ വലിയ സ്വാധീനമാണ് ചെലുത്തുക. ചിലപ്പോൾ നാം തമാശയ്ക്ക് സംസാരിക്കുന്ന സംസാരങ്ങളായിരിക്കാം, അനാവശ്യമായ വർത്താനങ്ങളായിരിക്കാം, അനാവശ്യമായ കാഴ്ചകളായിരിക്കാം, അനാവശ്യമായ കേൾവികളായിരിക്കാം. പക്ഷെ പിന്നീട് അത് കൽബിൽ രോഗമായി മാറി അതിശക്തിപ്പെട്ട് നമ്മുടെ ഒരു പാപത്തിലേക്ക് എത്തിക്കുന്ന ഒരവസ്ഥ വരും. അതുകൊണ്ടാണ് ഏറ്റവും ചെറിയ കാര്യങ്ങളെ പോലും ശ്രദ്ധിക്കണമെന്ന് പറയുന്നത്. അനാവശ്യമായിട്ടൊരു കാര്യത്തിലേക്ക് നാം മുഴുകിയാൽ അത് നമ്മളെ ഹറാമിലേക്കാണ് പിന്നെ എത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൽബിന് ബസീറത്ത് നൽകപ്പെട്ടവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമിൻഹും മൻ യസ്തമിഉ ഇലൈക വജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ അൻ യഫ്ഖഹൂഹു വഫീ ആദാനിഹിം വഖ്റാ. അഥവാ കുഫാറുകളെ പറ്റി പറയുകയാണ്, മുനാഫിക്കുകളെ പറ്റി പറയുന്ന അവസ്ഥയിൽ പറയാണ്, ആ കൂട്ടർ അവര് നിന്നെ കേൾക്കുന്നുണ്ട്, പക്ഷേ അവരുടെ കൽബിനൊരു മൂടിയിട്ടിരിക്കുകയാണ്. അവരെ ചെവിയും മൂടിയിട്ടിരിക്കുകയാണ്. അവരൊന്നും മനസ്സിലാക്കൂല, അവര് വിശ്വസിക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇന്ന് തൗഫീഖ് ആലോചിച്ച് നോക്കിയ സഹോദരങ്ങളെ, നമ്മള് ഒരു കാലത്ത് ഒരു പക്ഷെ നാം ഓരോരുത്തരും ആ മൂടിയിൽ അകപ്പെട്ട് കിടന്നവരായിരിക്കാം. എത്ര ഹക്ക് കേട്ടാലും മനസ്സിലാക്കാത്ത, ബാത്തിൽ കേട്ടാലും മനസ്സിലാക്കാത്ത, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മൂടിയെ മാറ്റിക്കൊണ്ട് കൽബിന്റെ ആ അന്ധതയിൽ നിന്ന് നമ്മളെ പ്രകാശത്തിലേക്ക് നയിച്ചവനാണ് നമ്മുടെ റബ്ബ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ തൗഫീഖ് അത്ര വലുതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഖുലൂബുനാ ഫീ അകിന്നത്തിൻ മിമ്മാ തദ്ഊനാ ഇലൈഹി വഫീ ആദാനിനാ വഖറുൻ വമിൻ ബൈനിനാ വബൈനിക ഹിജാബുൻ. അവർ തന്നെ പറയുമായിരുന്നു,
കുഫാറുകൾ എന്ന് പറയുമായിരുന്നു ഞങ്ങളുടെ കൽബ് അടക്കപ്പെട്ടതാണ്, നിങ്ങളുടെ ഇടയിൽ ഒരു ഹിജാബ് ഉണ്ട്, ഒരു മറയുണ്ട്, ഇതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകില്ല എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ കൽബുമായി ബന്ധപ്പെട്ടതാണ്. കൽബിന്റെ കേൾവി, കൽബിന്റെ കാഴ്ച, കൽബിന്റെ ചിന്ത, ശരീരത്തിന് ഇതൊക്കെ ഉണ്ടെങ്കിലും കൽബിനിതില്ല എങ്കിൽ അവൻ മയ്യിത്തായതിന് തുല്യമാണ് എന്നുള്ളത്. മയ്യിത്തായതിന് തുല്യമാണ്. ജന്തു ജീവജാലങ്ങളെ പോലെ, കന്നുകാലികളെ പോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചത്. അതായത് നാം ആലോചിച്ചു നോക്കണം, നാം കാണുന്ന കന്നുകാലികൾക്കൊക്കെ എന്തുണ്ട്? കണ്ണുണ്ട്, ചെവിയുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മൾ ശബ്ദം കേൾക്കാൻ പറ്റും, കാണാൻ പറ്റും. പക്ഷെ എന്താണ് അവർക്ക് ചിന്തിക്കാൻ? കൽബിന് ഇതൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര ഉപമകൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അം തഹ്സബു അന്ന അക്സറഹും യസ്മഊന ഔ യഖിലൂന ഇൻഹും ഇല്ലാ കൽ അൻആം ബൽ ഹും അവല്ലു സബീല. കന്നുകാലികളെ പോലെയാണ്, കേട്ടിട്ടും കണ്ടിട്ടും ഒന്നും മനസ്സിലാക്കാൻ സാധിക്കാത്ത ആളുകൾ. അവർ പിഴച്ചു പോയിരിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ ഭയപ്പാടുണ്ടാക്കുന്ന ഒരായത്താണ് വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ഒരുപാട് ആളുകളെ, ജിന്നുവർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നും ഒരുപാട് ആളുകളെ കൊണ്ട് നരകം നാം നിറക്കുന്നതാണ്. എന്നിട്ട് പറയാണ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഖൽബുണ്ടായിരുന്നു, അതുകൊണ്ട് അവർ മനസ്സിലാക്കിയിട്ടില്ല. വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. അവരെ കണ്ണ് അവരൊന്നും കണ്ട് മനസ്സിലാക്കിയിട്ടില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. അവരുടെ കാത് അവരതുകൊണ്ട് കേട്ടിട്ടില്ല. ഉലൈക കൽ അൻആം ബൽ ഹും അളൽ. അവർ കന്നുകാലികളെ പോലെയാണ്. അല്ല, അതിനേക്കാൾ പിഴച്ചവരാണ്. കന്നുകാലികളെക്കാൾ തരം താഴ്ന്ന പിഴച്ചവരായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമിച്ചതാണ് ഈ കൂട്ടരെ. എന്നാൽ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ചില മുഫസ്സിരീങ്ങളിൽ ചിലർ ഈ ആയത്തിനെ മറ്റൊരായത്തുമായി ബന്ധിപ്പിക്കാറുണ്ട്. ആ ആയത്ത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്ത് യൂനുസിൽ وَإِذَا مَسَّ الْإِنسَانَ ضُرٌّ دَعَانَا لِجَنبِهِ أَوْ قَاعِدًا أَوْ قَائِمًا فَلَمَّا كَشَفْنَا عَنْهُ ضُرَّهُ مَرَّ كَأَن لَّمْ يَدْعُنَا إِلَى ضُرٍّ مَسَّهُ. മനുഷ്യർ ഇദാ മസ്സൽ ഇൻസാന ദുർ, എന്തെങ്കിലും ഒരു ദോഷം അവനെ ബാധിച്ചു കഴിഞ്ഞാൽ അവൻ കിടന്നും ഇരുന്നും ഒക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. കിടന്നും ഇരുന്നും നിന്നും ഒക്കെ. അങ്ങനെ അവന്റെ ബാധിച്ച ആ ദോഷം ഒഴിവായി കഴിഞ്ഞാലോ അവനെന്താ ചെയ്യാ? അവനൊന്നും അള്ളാഹിനോടൊന്നും പ്രാർത്ഥിക്കാത്ത പോലെ എന്റെ പ്രശ്നമൊക്കെ റെഡിയായിരിക്കുന്നു, ഒക്കെ ശരിയായിരിക്കുന്ന നിലയ്ക്ക് ഒരു നടക്കുന്നതാണ്. ഇതാണ് നാം ഓരോരുത്തരും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം. അതായത് മുമ്പ് പറഞ്ഞ ആയത്തുകളൊക്കെ നാം കേട്ടുപരിചയത്തിൽ എന്തിന്റെ പേരിലാണ്? കുഫാറുകളെയും മുനാഫിക്കുകളുടെയും വിഷയത്തിലാണ് നാം കേട്ടുപരിചയിച്ചു. കൽബുണ്ടായിട്ട് ചിന്തിക്കാത്ത, കണ്ണാണ് ചിന്തിക്കാത്ത. മുഫസ്സിരീങ്ങൾ ഈ ആയത്ത് കൊടുത്തു മനുഷ്യന്റെ ഈ അവസ്ഥയെ. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം ഈ രണ്ട് ആയത്തുകളെ ജംഅ ചെയ്ത മുഫസ്സിരീങ്ങളുടെ അഭിപ്രായത്തെ പറയാം. ചില മുഫസ്സിരീങ്ങൾ ഇതിൽ ഇൻസാൻ എന്ന് പറഞ്ഞല്ലോ, വൈദാ മസ്സൽ ഇൻസാന, മനുഷ്യൻ എന്തെങ്കിലും ദോഷം ബാധിച്ചാൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കും. ഒഴിവായി കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കാത്ത പോലെ എന്റെ കഴിവുകൊണ്ട് മാറി എന്നുള്ള നിലയ്ക്ക് അവൻ നടക്കും. ഇതിലെ മനുഷ്യൻ, ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മനുഷ്യർ എന്നുള്ളത് കുഫാറുകൾ മാത്രമാണ് അതുപോലെ ഉണ്ടാവുക. എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ അവർ അള്ളാഹിനോട് പ്രാർത്ഥിക്കും, അത് വിട്ടുക, അതുപോലെ വിട്ടുപോകുന്നത്. പക്ഷെ ശൈഖുൽ ഇസ്ലാം ഈ വാദത്തെ എതിർക്കുകയാണ്. ഈ ഇൻസാൻ എന്നുള്ളത് കുഫാറുകൾ മാത്രമല്ല എന്നുള്ളത്. ഇതാണ് നാം ഓരോരുത്തരും ഭയപ്പെടുത്തുന്ന വിഷയം. ശൈഖുൽ ഇസ്ലാം പറയുന്നത് ഈ ഇൻസാൻ എന്നുകൊണ്ട് കുഫാറുകൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ഇസ്ലാം ലാഹിറായി കാണിച്ച ഒരാളും അതിൽ പെടൂല. ഇതിൽ പെടുക ആരൊക്കെയാണ്? അറബികളുടെ കാലത്തുണ്ടായിരുന്ന മുശ്രിക്കുകൾ, ജൂതന്മാർ, നസാറാക്കൾ, കുഫാറുകൾ. അതുപോലെ ശൈഖുൽ ഇസ്ലാം പറയുന്ന മുശ്രിക്കൈ തുർക്കി വൽ ഹിന്ദ്, തുർക്കിയിലെയും ഇന്ത്യയിലെയും എല്ലാം മുശ്രിക്കീങ്ങൾ, അതുപോലെയുള്ള കൂട്ടർ മാത്രം. ശൈഖുൽ ഇസ്ലാം പറയാണ് അങ്ങനെയാണെങ്കിൽ ഈ ആയത്ത് കൊണ്ട് യാതൊരു ഹുദയും ലഭിക്കൂലല്ലോ. ഈ ആയത്ത് കൊണ്ട് നമുക്ക് ബാക്കിയുള്ളവർക്കൊന്നും ഒരു ആവശ്യമില്ലാത്തൊരു ആയത്തായിട്ട് ഇത് മാറുന്ന അവസ്ഥയല്ലേ? എന്നിട്ട് ശൈഖുൽ ഇസ്ലാം പറയാണ് രണ്ട് മറുപടിയുണ്ട്. ഈ ഇൻസാൻ എന്തുകൊണ്ട് ഉദ്ദേശിച്ചത് കുഫാറുകളാണെന്ന് മാത്രം പറഞ്ഞ മുഫസ്സിരീങ്ങൾക്ക് രണ്ട് മറുപടിയുണ്ട്. ഒന്നാമത്തേത്, ഇസ്ലാം ലാഹിറായി കാണിച്ച ആളുകളിൽ തന്നെയും രണ്ടു കൂട്ടരുണ്ടാവും. ഒന്ന് മുസ്ലിമീങ്ങളും ഉണ്ടാകും, ഒന്ന് മുനാഫിഖീങ്ങളും ഉണ്ടാവും. എല്ലാ കാലഘട്ടത്തിലും മുനാഫിഖീങ്ങൾ ധാരാളമാണ്. മുനാഫിഖുകളുടെ സ്ഥാനം എവിടെയാണ്? ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ, നരകത്തിലെ ഏറ്റവും താഴെ അവസ്ഥയെ താഴെ തലത്തിലാണ് മുനാഫിഖുകളുടെ ശിക്ഷ. രണ്ടാമത്തെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈമാനുള്ള ഒരാളായിരിക്കാം, മുസ്ലിമായ ഒരാളായിരിക്കാം, പക്ഷെ അവന്റെ ഖൽബിലും ചില സമയങ്ങളിൽ മുനാഫിഖ് നിഫാഖിന്റെ ശുഅബും കുഫ്രിന്റെ ശുഅബും ഉണ്ടാകുന്ന അവസ്ഥയുണ്ട്.
സുബ്ഹാനല്ലാഹ്, നഊദു ബില്ലാഹ്. നമ്മൾ ഭയപ്പെടണം. അഥവാ ഈമാനും ഇസ്ലാമുള്ള ഒരാളുടെ ഖൽബിൽ പോലും നിഫാഖിന്റെയും കുഫറിന്റെയും ചില അവസ്ഥകൾ ഉണ്ടാകുന്ന അവസ്ഥ വരാനുണ്ട്. അതെന്തിൽ ബാധിക്കും? ഈ ആയത്തിൽ മുഅ്മിനീങ്ങളൊക്കെ ഉൾപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കും. പറഞ്ഞ മനസ്സിലായോ? അതായത് ഒരുത്തന് ഈമാൻ ഉണ്ടെങ്കിൽ കൂടി ഇസ്ലാം ഉണ്ടെങ്കിൽ കൂടി ചില സമയങ്ങളിൽ അവന്റെ നിഫാഖിന്റെയും കുഫറിന്റെയും ചില ശുഅബുകൾ അവനിൽ കാണാം. അതിന് തെളിവുകളായിട്ട് ശൈഖുൽ ഇസ്ലാം ഒരുപാട് ഹദീസുകൾ കൊണ്ടുവരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ മൻ കുന്ന ഫീഹി കാന മുനാഫിഖൻ ഖാലിസ. 4 കാര്യങ്ങൾ അത് ആരിലുണ്ടോ അവൻ വ്യക്തമായ മുനാഫിക്കാണ്. വമൻ കാനത് ഫീഹി ഖസ്ലത്തുൻ മിൻഹുന്ന കാനത് ഫീഹി ഖസ്ലത്തുൻ മിനൻ നിഫാഖ്. ഇതൊരാളിൽ ഉണ്ടായാൽ അവന്റെ നിഫാഖിന്റെ അംശം ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അതായത് ഈ 4 പൂർണ്ണമായിട്ടുണ്ടായാൽ അവൻ വ്യക്തമായ മുനാഫിഖാണ്. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അവന് നിഫാഖിന്റെ ഒരു ഭാഗമുണ്ട് എന്നാണ് അർത്ഥം. എന്നിട്ട് പറയുകയാണ്, ഇദാ ഹദ്ദസ കദിബ, സംസാരിച്ചാൽ കളവ് പറയുന്ന, വഇദാ ഉതുമിന ഖാന, വിശ്വസിച്ചാൽ ചതിക്കുന്ന അവസ്ഥ, വഇദാ ആഹദ ഗദറ, ഒരു കരാറിൽ ഏർപ്പെട്ടാൽ വഞ്ചിക്കുന്ന, അത് പാലിക്കാത്ത അവസ്ഥ, വഇദാ ഖാസമ ഫജറ, എന്തെങ്കിലും ഒരു തർക്കത്തിൽ പിണങ്ങിയാലോ തർക്കത്തിൽ അകപ്പെട്ടാൽ തെറി വിളിക്കുന്ന അവസ്ഥ, വൃത്തികേടുകൾ പറയുന്ന അവസ്ഥ. സുബ്ഹാനല്ലാഹ്, നമുക്ക് കാണാൻ സാധിക്കും ചില പ്രശ്നങ്ങൾ വരുമ്പോ മുഅ്മിനീങ്ങളായി നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളുടെ ചില പരീക്ഷണത്തിൽ ചില പ്രശ്നങ്ങളുടെ ഇടപെട്ട് കഴിഞ്ഞാൽ അവര് വൃത്തികേടുകൾ പറയുന്ന, തെറിവാക്കുകൾ പരസ്പരം വിളിക്കുന്ന അവസ്ഥ നമുക്ക് നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്, നിഫാഖിന്റെ അവസ്ഥയാണത്. മുഅ്മിനീങ്ങളിൽ വരെ നിഫാഖിന്റെ അംശം കാണുന്ന അവസ്ഥകൾ ഉണ്ടാകും. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം പറയാണ്, അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം. അബൂദർ റളിയല്ലാഹു അൻഹു ഈമാൻ കൊണ്ടും സുഹദ് കൊണ്ടും അദ്ദേഹത്തിന്റെ തഖ്വ കൊണ്ടും അറിയപ്പെട്ട സഹാബിയാണ്. ശൈഖുൽ ഇസ്ലാം പറയുന്നത്, മിൻ അസ്ദഖിൻ നാസ് ഈമാന, ഈമാനിൽ ഏറ്റവും സത്യസന്ധതയുള്ള ആളുകൾ ഒരാളായിരുന്നു അബൂദർ റളിയല്ലാഹു അൻഹു. അത് അറിയപ്പെട്ടതാണ്. ആ അബൂദർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു വ്യക്തിയെ ഒരു ഉമ്മായിലേക്ക് ചേർത്തിയൊരു ആക്ഷേപം പറഞ്ഞു. പിന്നെ ഇബ്നു സൗദ അല്ലെങ്കിൽ ഇബ്നുൽ അജബി, കറുത്ത സ്ത്രീയുടെ മകനെ, അല്ലെങ്കിൽ ഒരു നിസ്ബ ചെയ്തിട്ട് പറഞ്ഞു. ഇത് അറിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞത്, ഇന്നക ഇംറുഉൻ ഫീക ജാഹിലിയ്യ, നീ ജാഹിലിയത്ത് ഉള്ളിലുള്ള ഒരുത്തനാണ്, ജാഹിലിയത്ത് ഉള്ളിലുള്ള ഒരുത്തനാണ്. ആരോടാ പറയുന്നത് അറിയോ? അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അബൂദർ റളിയല്ലാഹു അൻഹുവിനോടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത്. അപ്പൊ നാം ഓരോരുത്തരും എത്ര ഭയപ്പെടണം. അതുപോലെ മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അർബഉൻ ഫീ ഉമ്മത്തി മിൻ അംരിൽ ജാഹിലിയ്യ, എന്റെ ഉമ്മത്തിലുള്ള 4 കാര്യങ്ങൾ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ഉണ്ടാകും. ആ 4 കാര്യങ്ങൾ ജാഹിലിയത്തിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്. അൽ ഫഖ്ർ ബിൽ അഹ്സാബ്, തന്റെ കുടുംബ പാരമ്പര്യം, അതുകൊണ്ടൊക്കെ ഒരു അഹങ്കാരം, ഒരു പൊങ്ങച്ചം. വത്തഅന ഫിൽ അൻസാബ്, മറ്റൊരാളെ നിസ്ബ ചെയ്തുകൊണ്ട് ഉമ്മയിലേക്ക് ചേർത്തുകൊണ്ടൊക്കെ ആക്ഷേപിക്കുന്ന അവസ്ഥ. വനിയാഹ, മരിച്ചു കഴിഞ്ഞാൽ നെഞ്ചത്തടിച്ചിട്ടൊക്കെ പൊട്ടിക്കരയുന്ന ഒരവസ്ഥ. വല്ലിസ്തിസ്ഖാഉ ബിന്നുജൂം, നക്ഷത്രങ്ങളെ കൊണ്ട് മഴ തേടുന്ന അവസ്ഥ. ഈ കാര്യങ്ങൾ എന്റെ ഉമ്മത്തിൽ പെടുന്ന ജാഹിലിയത്തിന്റെ കാര്യങ്ങളിൽപ്പെട്ടതാണ് എന്ന് പറയും. അഥവാ ശൈഖുൽ ഇസ്ലാം പറഞ്ഞു വരുന്നത് എന്താണ്? മുഅ്മിനീങ്ങളിലും മുസ്ലിമീങ്ങളിലും വരെ ചില സമയങ്ങളിൽ കുഫറിന്റെയും നിഫാഖിന്റെയും ശുഅബുകൾ ചിലപ്പോൾ കണ്ടു എന്ന് വരാം. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം മറ്റൊരു ഹദീസ് കൊടുക്കുകയാണ്, നമ്മൾ കേട്ടുപരിചയിച്ച ഹദീസ്. പക്ഷേ ഈ റിസാലയിൽ കൊടുത്തിട്ടുള്ള ഈ 2 ഹദീസും വഈഫാണ്. അതേ ആശയം വരുന്ന സഹിഹായിട്ടുള്ള ഹദീസ് ഞാൻ വേറെ പറയുകയാണ്. ലതത്തബിഉന്ന സനന الذين من قبلكم شبرا بشبر وذراعا بذراع حتى لو دخلوا في حجر لب لاتبعتهم قلنا يا رسول الله اليهود والنصارى قال فمن. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളുടെ കാലടി ചാണിന് ചാണായിട്ടും മുഴത്തിന് മുഴായിട്ടും നിങ്ങൾ അവരെ പിൻപറ്റും. എത്രത്തോളം എന്ന് വെച്ചാൽ അവരൊരു ഉടുമ്പിന്റെ മാളത്തിൽ പ്രവേശിച്ചാൽ നിങ്ങളും അവരെ പിൻപറ്റിക്കൊണ്ട് പ്രവേശിക്കും. അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, ജൂതന്മാരെ നസാറാക്കളെയുമാണോ ഉദ്ദേശിക്കുന്നത് റസൂലുള്ളാഹ്? അപ്പൊ പറഞ്ഞു, അതെ, അവരല്ലാതെ മറ്റാരാണ്. അഥവാ ആ ഒരു രീതി മുസ്ലിമീങ്ങൾക്കിടയിൽ ചിലപ്പോൾ കാണുന്ന അവസ്ഥയുണ്ടാകും.
അപ്പോ വളരെയധികം നാം സൂക്ഷിക്കണം. അതുകൊണ്ടാണ് ഇബ്നു അബി മുലൈക്ക അദ്ദേഹം പറഞ്ഞത്, അദ്റക്തു 30 മിൻ അസ്ഹാബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, 30ഓളം സ്വഹാബാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അതിൽ ആയിഷ റളിയല്ലാഹു അൻഹയും ഉമർ റളിയല്ലാഹു അൻഹു എല്ലാം ഉൾപ്പെടുന്നു എന്ന് കാണാം. എന്നിട്ട് പറയുന്നത്, കുല്ലുഹും യഖാഫു നിഫാഖ് അലാ നഫ്സിഹി, അവരെല്ലാവരും സ്വന്തത്തിൽ നിഫാഖിനെ ഭയപ്പെട്ടിരുന്നു. സുബ്ഹാനല്ലാഹ്. നമ്മളിൽ പലരും ഇന്ന് നമുക്ക് നിഫാഖിനെ കുറിച്ചുള്ള ചിന്ത തന്നെയില്ല. നമ്മുടെ ഖൽബിലേക്ക് നിഫാഖ് കയറുന്നുണ്ടോ? ഒരു മുഅ്മിനല്ലാതെ നിഫാഖിനെ ഭയപ്പെടില്ല. നമ്മുടെ ഈമാനിൽ നിഫാഖ് കടന്നു വരുന്നുണ്ടോ എന്ന് ചിന്തിക്കാൻ നാം പലപ്പോഴും സമയം കണ്ടെത്തുന്നില്ല. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം അലി റളിയല്ലാഹുവിൽ നിന്ന് അല്ലെങ്കിൽ ഹുദൈഫ റളിയല്ലാഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഖൗൽ, അവർ പറയുമായിരുന്നു, അൽ ഖുലൂബു അർബഅത്തുൻ, ഖൽബ് 4 ഇനങ്ങളാണ്. ഖൽബുൻ അജ്റദു ഫീഹി സിറാജുൻ യസ്ഹറു ഫദാലിക ഖൽബുൽ മുഅ്മിൻ, പ്രകാശം കൊണ്ട്, ഒരു വിളക്കിലെ പ്രകാശം കൊണ്ട് തിളങ്ങുന്ന ഒരു ഖൽബ്, മുഅ്മിനിന്റെ ഖൽബ് എന്നുള്ളത് പ്രകാശിക്കുന്ന ഖൽബ്. വഖൽബുൻ അഗ്ലഫുൻ ഫദാക ഖൽബുൽ കാഫിർ, ഒരു മൂടിയിട്ടപ്പെട്ട ഒരു ഖൽബ്, കാഫിറിന്റെ ഖൽബ് എന്നുള്ളത്. വഖൽബുൻ മൻകൂസ്, തലതിരിഞ്ഞു പോയ ഖൽബ്, മുനാഫിഖിന്റെ ഖൽബ്. എന്നിട്ട് പറയാണ്, 4മതായിട്ടൊരു ഖൽബുണ്ട്, വഖൽബുൻ ഫീഹി മാദതാൻ, 2 അവസ്ഥകൾ ഉണ്ടാകുന്ന ഖൽബ്. ചില സമയത്ത് അത് ഈമാനിന്റെ ഭാഗത്തായിട്ട് നല്ല പ്രകാശിക്കുന്ന നല്ല ഖൽബായിരിക്കും. ചില സമയത്ത് അത് നിഫാഖിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞ് നിഫാഖും കപടതയും ഉണ്ടാകുന്ന ഖൽബായിരിക്കും. ആ സൽക്കർമ്മങ്ങളുടെയും ദുഷ്കർമ്മങ്ങളുടെയും അവസ്ഥ അനുസരിച്ച് ആ ഖൽബ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. അഥവാ കുഫ്റിന്റെയും നിഫാഖിന്റെയും ശുഅബുകൾ ഇടയ്ക്ക് ഖൽബിലുണ്ടാകും. സഹോദരങ്ങളെ, നാം ഭയപ്പെടണം. ഒരുപക്ഷെ നമ്മളിൽ അധിക പേർക്കുണ്ടാവുന്ന ഖൽബി അവസ്ഥയായിരിക്കും. ചില അവസ്ഥയിൽ ഈമാനിന്റെയും ഏറ്റവും അള്ളാഹുവിനോടുള്ള ത്വാഅത്തിന്റെയും ഏറ്റവും അമലുസ്സാലിഹാത്തിന്റെയും നല്ല അവസ്ഥ, ചില സമയങ്ങളിൽ പാപങ്ങളുടെയും അതുപോലെ ശക്കിന്റെയും അതുപോലെ ദുഷ്കർമ്മങ്ങളുടെയും എല്ലാ അവസ്ഥ, ആ അവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ, അത് വളരെ അപകടം പിടിച്ച ഒരു അവസ്ഥയാണ്. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം പറയുകയാണ്, അതുകൊണ്ടാണ് ഓരോ നമസ്കാരത്തിലും വീണ്ടും വീണ്ടും നാം ദുആ ചെയ്യുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന്. ചില ആളുകൾ ചോദിക്കാറുണ്ട്. ശൈഖുൽ ഇസ്ലാം പറയാണ്, ഒരാൾക്ക് ഈമാൻ കിട്ടി, ഒരാൾക്ക് ഇസ്ലാം കിട്ടി, ഹിദായത്ത് കിട്ടി, പിന്നെ എന്താ ഈ ചോദിക്കൊണ്ടുള്ള ഫായിദ എന്താണ്? വീണ്ടും വീണ്ടും അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിക്കുന്നതിന്റെ ഫായിദ എന്താണ് എന്നുള്ളത് ചോദിക്കുകയാണ്. ഇതിന് ഈ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുള്ളതിന് ഒരുപാട് അർത്ഥങ്ങൾ ഉലമാക്കൾ കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തേത് സബ്ബിത്നാ അലൽ ഹുദ, ഞങ്ങളുടെ നേർമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണം. അതുപോലെ അൽസിം ഖുലൂബനാ അൽ ഹുദ, ഞങ്ങളുടെ ഖൽബിനെ നേരാവണ്ണം നിർത്തണം. അതുപോലെ തന്നെ സിദ്നി ഹുദ, ഞങ്ങളുടെ ഹുദ വർദ്ധിപ്പിച്ചു തരണം. ഈ പല രീതിയിലും ഈ കാര്യത്തെ പറയുന്നതാണ്. ഇതെടുത്തെടുക്കാൻ പിന്നെ ഈ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയാറുണ്ട്. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം പറയുകയാണ്, ഒരു മനുഷ്യൻ അവൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കാണെന്നും ഖുർആൻ ഹക്കാണെന്നും അംഗീകരിച്ചാലും ഒരുപാട് ദീനി നിയമങ്ങൾ അവൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അഥവാ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള എല്ലാ അറിവും അവന് ലഭിച്ചുകൊള്ളണമെന്നില്ല. ഇനി അഥവാ ലഭിച്ചാൽ തന്നെയും അതിന്റെ മൊത്തത്തിലുള്ള പല ആശയങ്ങളും അവന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. റസൂലുള്ള മുഫസ്സലായിട്ട് പ്രത്യേകമായിട്ട് വിശദീകരിച്ചു തന്ന, മുജ്മലായിട്ട് മൊത്തമായിട്ട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ അവൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതൊന്നും അറിയാതെ അവന് സിറാത്തുൽ മുസ്തഖീമിലേക്ക് കൂടുതൽ പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവന് എപ്പോഴും ആവശ്യമുള്ള ഒരു കാര്യമാണ് സിറാത്തുൽ മുസ്തഖീമിൽ എത്തുക എന്നുള്ളത്. ഇങ്ങനത്തിന് ഇൽമുണ്ട്, അവന് ഇൽമു ലഭിച്ചു, അതുകൊണ്ട് മാത്രം അവൻ നേരായ മാർഗത്തിലാവുമോ? ഒരിക്കലുമില്ല. ആ ഇൽമു കൊണ്ട് അമല് ചെയ്തിട്ടില്ല എങ്കിൽ അവന് ഹുദ ലഭിക്കുകയില്ല. ഇൽമുണ്ടായാൽ മാത്രം പോരാ, ആ ഇൽമു കൊണ്ട് അവൻ അമല് ചെയ്തിട്ടില്ല എങ്കിൽ അവന് ഇഹ്ദിന, ഈ നേരായ മാർഗത്തിൽ അവന് നിലനിൽക്കാൻ സാധിക്കില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഹുദൈബിയ സന്ധി കഴിഞ്ഞപ്പോ, ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന ലിയഗ്ഫിറ ലക അല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ വയുതിമ്മ നിഅമതഹു അലൈക വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, നിന്റെ കഴിഞ്ഞതും വരാൻ പോകുന്ന പാപങ്ങളൊക്കെ പുറത്തു തരാൻ, നിന്റെ മേലുള്ള നിഅമത്ത് പൂർത്തീകരിക്കാൻ, നിന്നെ സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി കാണിക്കാൻ, അതുപോലെ
മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഹാറൂൻ നബി അലൈഹി ഇസ്ലാമിന്റെ വിഷയത്തിൽ പറഞ്ഞു വആതൈനാഹുമൽ കിതാബൽ മുസ്തബീൻ വഹദൈനാഹുമാ അസ്സിറാത്തുൽ മുസ്തഖീം. അവർക്ക് വ്യക്തമായി വിശദീകരിക്കുന്ന കിതാബ് കൊടുത്തു, അവർക്ക് സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി കാണിക്കുകയും ചെയ്തു എന്നുള്ളത്. അഥവാ നമുക്ക് എല്ലാ സമയത്തും നമുക്ക് ആവശ്യമായ, നമുക്ക് ലഭിക്കേണ്ട കാര്യമാണ് ഈ സിറാത്തുൽ മുസ്തഖീമിലേക്കുള്ള ഹിദായത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്നിട്ട് ശൈഖുൽ ഇസ്ലാം പറയാണ്, മുസ്ലിമീങ്ങൾ, ലോകത്ത് മൊത്തമുള്ള മുസ്ലിമീങ്ങൾ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസത്തിലാണ്, പല വിഷയങ്ങളിലും പല അഭിപ്രായ വ്യത്യാസങ്ങളുമാണ്. എന്നാൽ അവരെല്ലാവരും ഇത്തിഫാഖോടുകൂടി അംഗീകരിക്കുന്ന കാര്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖാണെന്നും വിശുദ്ധ ഖുർആൻ ഹഖാണെന്നും അവരെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. അതിലാർക്കും അഭിപ്രായ വ്യത്യാസമല്ല. ബാക്കിയുള്ള ഒരുപാട് വിഷയത്തിൽ ഖബരിയായിട്ട്, ഇൽമിയായിട്ട്, ഇഅ്തിഖാദിയായിട്ട്, അമലിയായിട്ട്, ഒരുപാട് കർമ്മത്തിലും വിശ്വാസത്തിലും ഒരുപാട് വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഹഖ് ലഭിച്ചിട്ടും അതനുസരിക്കാതെ അത് ധിക്കരിക്കുന്ന ഒരുപാട് ആളുകൾ കാണാം. അവിടെയാണ് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥനയുടെ പ്രാധാന്യം. നമ്മൾ ചോദിക്കുന്നോറും നമ്മൾ എന്തൊക്കെ ചോദിക്കുന്നത്? ഒന്ന് യഥാർത്ഥ ഇൽമിനെ, രണ്ട് അതിനനുസരിച്ചുള്ള അമലിനെ. ഈ രണ്ടെണ്ണം ഒരാൾ അയാളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിച്ച് ഹത്താ സാറൂ മിൻ ഔലിയാ ഇല്ലാഹിൽ മുത്തഖീൻ, അങ്ങനെ അവൻ എന്താകും? മുത്തഖീങ്ങളായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔലിയാക്കളിൽ ഉൾപ്പെടുന്ന അവസ്ഥയെത്തും. അതുകൊണ്ടാണ് ഓരോ നമസ്കാരത്തിലും വീണ്ടും വീണ്ടും നമ്മൾ അല്ലാഹുവിനോട് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയധികം ഓരോ ആളുകൾക്കും അള്ളാഹുവിന്റെ വലിയാവാൻ, അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായിട്ടുള്ള ദുആണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം. സഹലത്തുസ്തരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നുണ്ട്, ലൈസ ബൈനൽ അബ്ദി വബൈന റബ്ബിഹി ത്വരീഖുൻ അഖ്റബ ഇലൈഹി മിനൽ ഇഫ്തിഖാരി വമാ ഹസല ഫീഹിൽ ഹുദാ ഫിൽ മാളി ഫഹുവ മുഹ്താജുൻ ഇലാ ഹുസൂലിൽ ഹുദാ ഫീഹി ഫിൽ മുസ്തഖ്ബൽ വഹാദാ ഹഖീഖത്തു ഖൗലി മൻ യഖൂൽ തബ്ബിത്നാ വഹ്ദിനാ ലുസൂമസ് സിറാത്ത്. ഒരു അടിമയുടെയും അവന്റെ റബ്ബിന്റെയും ഇടയിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള ആവശ്യമുള്ള കാര്യമാണ് മുൻകഴിഞ്ഞ കാലത്ത് അവന് എങ്ങനെ ഹുദ ലഭിച്ചുവോ അതുപോലെ തന്നെ വരും കാലത്തും ആ ഹുദ ആവശ്യമാണ് എന്നുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മൂന്നർത്ഥത്തിലും തബ്ബിത്നാ വഹ്ദിനാ ലുസൂമസ് സിറാത്ത്, ഞങ്ങളെ നേരായ മാർഗത്തേക്ക് നയിച്ച് ഉറപ്പിച്ച് ഇതിൽ നിർത്തണമേ എന്ന് പറയുന്നത്. അതായത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം കഴിഞ്ഞ കാലത്ത് നമുക്ക് എങ്ങനെ ഹുദ ലഭിച്ചുവോ അതുപോലെ തന്നെ വരും കാലത്തും ഇൽമു കൊണ്ടും അമല് കൊണ്ടും നേരെ ചൊവ്വേ നിൽക്കാനുള്ള തൗഫീഖ് നൽകണമെന്നാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുആ നമ്മുടെ മേലെ ഫറളാക്കിയത്. വേറൊരു ദുആം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേലെ ഫറളാക്കിയിട്ടില്ല, നിർബന്ധമാക്കിയിട്ടില്ല. പക്ഷേ ഇത് ദുആ ചെയ്യൽ നമ്മുടെ ഓരോരുത്തരുടെ മേലെയും നിർബന്ധമാക്കിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം നമ്മുടെ മേലെ നിർബന്ധമാക്കിയാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് അല്ലാഹുവിലേക്ക് നമ്മെ ഏറ്റവും അടുപ്പിക്കുന്ന കാര്യമായിരിക്കും. അല്ലാഹുവിലേക്ക് ഏറ്റവും അടുപ്പിക്കുന്ന കർമ്മങ്ങൾ എന്താണ്? ഏറ്റവും അടുപ്പിക്കുന്ന കർമ്മം എന്താണ്? ഫർളായ കർമ്മങ്ങളാണ്, ഫർളായ അമലുകളാണ്. എന്തുകൊണ്ട് അല്ലാഹു തആല നിർബന്ധാക്കിയത്? അല്ലാഹുവിലേക്ക് ഏറ്റവും, അല്ലാഹു തആലയ്ക്ക് അടിമകൾ അല്ലാഹുവിലേക്ക് ഏറ്റവും അടുക്കണം. അല്ലാഹു തആലയിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. അപ്പോ ഈ ദുആ നമ്മുടെ മേലെ നിർബന്ധമാക്കിയിട്ടുണ്ടെങ്കിലോ നാം ഏറ്റവും ആവശ്യക്കാരായിട്ടുള്ള ദുആണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്നുള്ളത്. അതുകൊണ്ട് ആശയം മനസ്സിലാക്കി നാം ദുആ ചെയ്യാൻ ശീലിക്കുക. ഇൻഷാ അല്ലാഹ് ഇത് ഇനിയുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി എപ്പോഴാച്ചാ അതിന്റെ സൗകര്യം പോലെ നമുക്ക് ഇതിന്റെ ബാക്കി നമുക്ക് വായിക്കാം. ഒരുപാട് ഫായിദകളുള്ള, ഒരുപാട് ഉപകാരം നേടിത്തരുന്ന, പലപ്പോഴും ജീവിതത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു നല്ലൊരു റിസാലയാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും ഇതിൽ നിന്നുള്ള ഫായിദകൾ ജീവിതത്തിൽ ഉപകരിക്കുന്ന അവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.